നമ്മളൊക്കെ സ്ഥിരമായി ഓതാറുള്ള അത്ഭുതകരമായൊരു സൂറത്തുണ്ട്. വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ആ സൂറത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഖാളിയത്ത്, ദാഫിയത്ത് എന്നീ രണ്ട് പേരുകൾ ഈ സൂറത്തിനുണ്ട് എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ആദ്യം അറിവായിരിക്കാം. നമ്മുടെ ഏതു കാര്യങ്ങളും ഞൊടിയിടയിൽ വളരെ പെട്ടെന്ന് ഈ സൂറത്ത് ഓതുന്നതിൻ്റെ മുമ്പ് നിയ്യത്താക്കി ഓതിയാൽ അത് പൂർത്തീകരിച്ച് കിട്ടുമെന്നാണ് അതിൻ്റെ ഒന്നിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ദാഫിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഫത്ത് മുസീബത്തുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഖളായിൽ കണക്കാക്കിയിട്ടുള്ളത് തട്ടിപ്പോകാൻ കാരണമാകുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു അപകടം സംഭവിക്കാനുണ്ട്, പെട്ടെന്നുള്ളൊരു മരണം വരാനുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കാനുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഈ സൂറത്ത് അത് നമ്മളെ തടയും എന്നുള്ളതാണ്. അതാണ് ഈ രണ്ട് പേരിൻ്റെ തന്നെ അർത്ഥം. ഓതുന്നവൻ്റെ ആഗ്രഹങ്ങൾ ഞൊടിയിടയിൽ വളരെ പെട്ടെന്ന് ആത്മാർത്ഥമായി മനസ്സിലാക്കി ഓതിയതാണെങ്കിൽ അത് പൂർത്തീകരിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇവിടെയൊക്കെ നീയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ നമുക്ക് ആത്മാർത്ഥതയും ഇഖ്ലാസൊക്കെ ലഭിക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളിത് കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഈ സൂറത്ത് പാരായണം ചെയ്യപ്പെടുകയാണെങ്കിൽ, അവർക്ക് മുമ്പിൽ പാരായണം ചെയ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, റിദ്വാൻ എന്ന് പറയുന്ന മലക്ക് അവർക്ക് പാനീയം കുടിപ്പിക്കപ്പെടും എന്നാണ്. അത്രമേൽ ശ്രേഷ്ഠമായ സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് ഓതിക്കഴിഞ്ഞാൽ അത് 1000 ഔഷധമായി നിലനിൽക്കും. രോഗങ്ങൾക്കുള്ള, നമ്മുടെ ശരീരത്തിലെ ഉള്ളിലുള്ള പുറത്തുള്ള രോഗങ്ങൾക്കൊക്കെ 1000 രോഗങ്ങൾക്ക് ഔഷധമായിട്ട് നിലനിൽക്കും. അതുപോലെ തന്നെ 1000 യഖീനുകൾ അവന് ലഭിക്കും, 1000 ദയകൾ അവന് ലഭിക്കും, 1000 കരുണകൾ അവന് ലഭിക്കും. അവൻ്റെ ഹൃദയം അത് വളരെ ലഘുവായി, അത് വളരെ ലോലമായി തീരും. ആരാലും ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കാരണമാകും. അതുകൊണ്ട് വളരെ ശ്രേഷ്ഠതയുള്ള ആ സൂറത്തിനെ കുറിച്ച്, നമുക്ക് പരിചയമുള്ള ആ സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത്. പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് നമുക്കിത് എല്ലാ ദിവസവും പറയേണ്ടി വരുന്നത്. കൃത്യമായ എണ്ണം മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. സ്ഥലം മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്നതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഇവിടെയുള്ള ലിസ്റ്റിൽ പേര് കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഒരു ദിവസം തന്നെ ഒരു 10-100 ആളുകൾ വരുമ്പോൾ നമുക്ക് അത് കറക്റ്റ് എണ്ണമായിരിക്കും, അത് സമയം ഷെഡ്യൂൾ ചെയ്തിട്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത് നമുക്ക് വേറെ തിരക്കുകളുണ്ടായതുകൊണ്ട് കഴിഞ്ഞ ഉടനെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യാതെ വരുമ്പോൾ ഒരു പക്ഷേ ബുക്ക് ചെയ്തവർക്കത് പ്രയാസം ഉണ്ടാകും, അവരുടെ ടൈം കുറയും. മാത്രമല്ല നിങ്ങളെ നോക്കാതെ വിടുക എന്നുള്ളൊരു പ്രയാസം നമുക്കവിടെ വരികയും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ പേരുണ്ടെങ്കിൽ മാത്രമേ നോക്കാൻ നമുക്ക് സാധിക്കുള്ളൂ എന്ന് അറിയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ ഔ കമാ ഖാൽ, ഹബീബായ തങ്ങൾ പറഞ്ഞത് വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയമാണ് സൂറത്തു യാസീൻ എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. യാസീൻ സൂറത്തിൻ്റെ മഹത്വങ്ങളെപ്പറ്റി അറിയാത്തവരായിട്ട് ആരുമില്ല. എങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ നാക്കുകൊണ്ട് പറഞ്ഞ വളരെ പവിത്രമേറിയ ചില മഹത്വങ്ങളുണ്ട്. ആ മഹത്വങ്ങൾ യാസീൻ ഓതുന്ന എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഇത് കേൾക്കുന്ന ഒരാളും അത് മനസ്സിലാക്കാതെ പോകരുത്. കാരണം നിങ്ങൾ ഇന്നും രാവിലെ യാസീൻ ഓതിയവരാണ്, ഇന്നും മഗ്രിബിന് ശേഷം യാസീൻ ഓതിയവരാണ്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ യാസീൻ ഓതുന്നവരാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളിത് മനസ്സിലാക്കിയിട്ട് ഓതുമ്പോൾ നമുക്ക് എത്രത്തോളം ചരിതാർത്ഥ്യവും ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് ഓതാൻ സാധിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആകാശഭൂമികളെ പടക്കുന്നതിൻ്റെ മുമ്പ് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാസീനും ത്വാഹയും ഓതിയിട്ടുണ്ട്. ആകാശഭൂമികളെ പടക്കുന്നതിൻ്റെ 1000 വർഷങ്ങൾക്ക് മുമ്പ്. മലക്കുകളത് കേട്ടപ്പോൾ പറഞ്ഞു, ഇവ അവതരിച്ച് കിട്ടുന്ന സമുദായത്തിന് സർവ്വവിധ മംഗളവും ഉണ്ടായിരിക്കട്ടെ. ഇവ ആർക്കുള്ളിൽ നിറച്ചു വെക്കുന്നുവോ അവർക്കു മംഗളം. ഇവ കൊണ്ട് ഉച്ചരിക്കുന്ന നാവുകൾക്ക് വളരെ പവിത്രതയുണ്ട്, വലിയ മഹത്വമുണ്ട്, അവർക്കും നല്ലത് വരട്ടെ എന്നൊക്കെ മലക്കുകൾ പ്രത്യേകമായിട്ട് ഇത് കേട്ടപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സാഹചര്യം നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല യാസീനും ത്വാഹയും ഓതി അത് കേട്ട മലായിക്കത്ത് പറയുന്നു, അത് അവതരിച്ച് കിട്ടുന്ന സമുദായം നമ്മളെക്കൊണ്ട് അവർക്ക് വലിയ സന്തോഷം. അതുപോലെ തന്നെ അത് ആർക്കുള്ളിലാണോ നിറച്ചു വെക്കുന്ന, ഹൃദ്യസ്ഥമാക്കുന്നത്, പാരായണം ചെയ്യുന്നത്,
അത് ഓതുന്നത് അവർക്കൊക്കെ സന്തോഷമുണ്ടായിരിക്കട്ടെ എന്നല്ല. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയിട്ട് ഓതുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേക ഫീൽ കിട്ടുമല്ലോ, അതിനാണ് അത് പറഞ്ഞത്. മാത്രമല്ല യാസീൻ സൂറത്ത് വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയമാണ്, ഖൽബാണ്. ഖൽബുൽ ഖുർആനി സൂറത്ത് യാസീൻ. പരലോകത്തെ ഉദ്ദേശിച്ച് വല്ലവനും ഈ സൂറത്ത് ഓതിയാൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിങ്ങളത് ഓതുവിൻ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ പേരിലൊക്കെ നമ്മൾ സംഗമിക്കുമ്പോൾ സാധാരണ നമ്മൾ യാസീൻ സൂറത്ത് പ്രത്യേകമായി ഓതുന്നതും ഇതുകൊണ്ടാണ്. ഖുർആനിൽ ഒരുപാട് സൂറത്തുകളുണ്ട്. എവിടെയെങ്കിലും നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരും ഓതുന്ന സൂറത്ത് ഏതാ? നമുക്കൊക്കെ അറിയാം. ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനി ഓതാറുണ്ട്. അതോടൊപ്പം നമ്മൾ ഓതുന്ന സൂറത്ത് ഏതാ? സൂറത്തുൽ വാഖിഅ അല്ല, സൂറത്തുൽ മുൽക്കൊക്കെ പലപ്പോഴും പല സന്ദർഭങ്ങളിൽ ഓതാറുണ്ട്. പക്ഷേ നമ്മൾ സൂറത്തുൽ ബഖറയല്ല, ഈ സൂറത്തു യാസീനിനേക്കാളും ചെറിയ എത്രയോ സൂറത്തുകളുണ്ട്. പക്ഷെ നമ്മൾ അവിടേക്ക് ഓതുന്നത് സൂറത്തു യാസീനാണ്. എന്തുകൊണ്ട് സൂറത്ത് യാസീൻ ഓതുന്നു? അത് സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അത് പാരത്രിക ലോകത്തേക്ക് എല്ലാ സൂറത്തുകളും ഗുണമാകും. അതിനേക്കാളും ഒരു പടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഓതുന്നത്, നമ്മുടെ ഉമ്മയ്ക്ക് നമ്മുടെ ഉപ്പയ്ക്കൊക്കെ വേണ്ടിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതുമ്പോൾ അത് കുറച്ചും കൂടെ അത് ആ പാരത്രിക ലോകത്ത് ഗുണം കിട്ടുന്നതിൽ ഒരു പടി മുമ്പിൽ നിൽക്കും എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹു നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ ഖബർ സ്വർഗീയ ലോകമാക്കട്ടെ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആനിൻ്റെ ഹൃദയം യാസീനാണ്. വല്ലൊരുത്തനും യാസീൻ ഓതിയാൽ ഖുർആൻ മുഴുവൻ 10 തവണ ഓതിയതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനക്ക് നൽകുമെന്ന് തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട്. അതുകൊണ്ട് തന്നെ സൂറത്ത് യാസീൻ ഒരു തവണ പാരായണം ചെയ്യുമ്പോൾ 10 തവണ വിശുദ്ധ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. നമ്മുടെ മജ്ലിസിൽ രാവിലെയും വൈകുന്നേരവും സൂറത്ത് യാസീൻ ഉൾപ്പെടുത്താനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. നമ്മൾ പ്രധാനമായിട്ട് ഓതുന്നത് തന്നെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തൊബറാനിയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് വല്ലവരുത്തനും രാത്രിയിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അത് മറ്റൊരു ഹദീസാണ്. ആ ഹദീസിൻ്റെ ബാക്കിയിലുണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ സൂറത്തു യാസീൻ പാരായണം ചെയ്യുവിൻ എന്നുള്ളത്. അപ്പോൾ രാത്രിയിൽ ഒരാൾ സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ മുത്തുനബി തങ്ങളുടെ മറ്റൊരു ഹദീസ് കാണാം, യാസീൻ ആരെങ്കിലും രാത്രിയിൽ പാരായണം ചെയ്താൽ അയാൾക്ക് ഷഹീദായി മരിക്കുന്നതിൻ്റെ, ഷഹീദായി പാരത്രിക ലോകത്തെ ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കും. ഷഹീദിൻ്റെ പ്രതിഫലം ഉഖ്റവിയായ ഷഹീദിൻ്റെ പ്രതിഫലമാണ് ആ പറയുന്നതൊക്കെ അല്ലേ. ഇവിടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ യുദ്ധത്തിൽ ഷഹീദായവരുടെ ആ ഒരു ചിട്ടാവട്ടങ്ങളൊന്നുമല്ല ഇങ്ങനെയുള്ള ഷഹീദുകൾ. പരലോകത്ത് അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പം എന്താ പറഞ്ഞത്? യാസീന് രാത്രിയിൽ ഓതിക്കിടക്കുന്നവരുടെ ദോഷങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. മാത്രമല്ല യാസീന് സ്ഥിരമായിട്ട് പതിവായിട്ട് എല്ലാ രാത്രിയിലും സൂറത്ത് യാസീൻ പാരായണം ചെയ്ത് ഉറങ്ങുന്ന പതിവ് ഒരാൾക്കുണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ മരണപ്പെടുന്ന സമയത്ത് അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം, പരലോകത്ത് അവന് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രാത്രിയിൽ ഒരാൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ജാമിഉ സ്വഗീറിലും ഈ ഹദീസ് കാണാവുന്നതാണ്. അപ്പോൾ സൂറത്ത് യാസീൻ അത് നമ്മൾ ജീവിതത്തിൽ നന്നായിട്ട് മുറുകെ പിടിക്കണം. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഹൃദയം സൂറത്ത് യാസീനാണ്. അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് അത് ഓതിയാൽ അവൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല 22 പ്രാവശ്യം ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലം ലഭിക്കും. ഇത് മറ്റൊരു ഹദീസിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. 22 പ്രാവശ്യം ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഒരാൾ മരിക്കാനടുത്ത ഘട്ടത്തിൽ സക്കറാത്തിൻ്റെ ഹാലിൽ കിടക്കുന്ന സമയത്ത് അവിടെ വെച്ച് ആരെങ്കിലും സൂറത്ത് യാസീൻ ഓതുമ്പോൾ, ഒരാൾ മരിക്കാൻ കിടക്കുന്ന മരണമാസന്നമായ സമയത്ത് ആരെങ്കിലും അവർക്ക് മുമ്പിൽ വെച്ച് സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ ഓരോ അക്ഷരത്തിനും 10 മലക്കുകൾ വീതം ഇറങ്ങും.
അവർ അയാൾക്ക് മുമ്പിൽ അണിനിരക്കും, അയാൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും, ഇസ്തിഗ്ഫാർ ചെയ്യും. അവനെ കുളിപ്പിക്കുന്നിടത്ത് ആ മലക്കുകൾ ഹാജരാകും. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കൂടെ പോകുകയും ചെയ്യും. മയ്യത്ത് നിസ്കാരത്തിലും ഖബറടക്കത്തിലുമൊക്കെ അവർ പങ്കുകൊള്ളും എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്താണ് ഇവിടെ പറഞ്ഞത്? സൂറത്തു യാസീൻ മരണമാസന്നമായ ആളുടെ സമീപത്ത് വെച്ച് ഓതിയാൽ 10 മലക്കുകൾ വീതം ഇറങ്ങുമെന്നും ആ 10 മലക്കുകൾ അയാൾക്ക് മുമ്പിൽ അണിനിരന്ന് അയാൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും, ഇസ്തിഗ്ഫാർ ചെയ്യും, അവനെ കുളിപ്പിക്കുന്നിടത്ത് ഹാജരാകും, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കൂടെ പോകും, മയ്യത്ത് നിസ്കാരത്തിലും ഖബറടക്കുന്നതിലൊക്കെ പങ്കാളികളാകും. നമുക്കൊക്കെ കിട്ടേണ്ടത് അതല്ലേ? മരണപ്പെട്ട് കഴിഞ്ഞാൽ പാരത്രിക ലോകത്ത്, ബർസഖിയായ ലോകത്ത് സന്തോഷം ലഭിക്കണം. ഇതിനേക്കാൾ വലിയൊരു ഹദീസ് മറ്റെന്തുണ്ട്? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ വേണ്ടപ്പെട്ടവരോടൊക്കെ പറയൂ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മോനെ നീ എൻ്റെ സമീപത്തിരുന്ന് നിനക്ക് കഴിയുന്നത്ര യാസീൻ ഓതണമെന്ന് പറയൂ. മക്കളത് ചെയ്യും. എത്ര തലതിരിഞ്ഞ് കളയുന്ന മക്കളാണെങ്കിലും അതൊരു വൈകാരിക നിമിഷമാണ്, അല്ലേ? ഒരു ഇമോഷണൽ സിറ്റുവേഷനാണത്. ആ സമയത്ത് എൻ്റെ ഉമ്മ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഉപ്പ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ അവസാനത്തെ ആഗ്രഹമാണ്. അതിനെല്ലാവരും പ്രാധാന്യം കൊടുക്കും. അതെങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വസിയ്യത്ത് ചെയ്ത് വെക്കുക, എനിക്ക് വേണ്ടി നിങ്ങളങ്ങനെ ഓതണം എന്ന് പറഞ്ഞു വെക്കുക. ഞാൻ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ വന്ന് ഓതണം എന്ന് പറഞ്ഞു കൊടുക്കുക. അതവർ ചെയ്യും. ഈ വലിയ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, മരണമാസന്നമായ സമയത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ അവർ മരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ പാനീയം റിൽവാൻ എന്ന് പറയുന്ന മലക്ക് വന്ന് കൊണ്ട് അയാൾക്ക് കുടിപ്പിക്കും എന്നുള്ളതാണ്. അതാ മരണമാസന്നമായ ആൾക്ക് ഓതാൻ കഴിയുമെങ്കിൽ അയാൾ ഓതുക. അതല്ല, ഇനി അയാൾക്ക് ഓതാൻ കഴിയുന്നില്ല, അയാളെ കേൾപ്പിക്കപ്പെടുന്ന രൂപത്തിൽ അത് ഓതിക്കൊണ്ടിരിക്കുക. അപ്പോൾ അയാൾക്ക് പതുക്കെ ഖൽബ് കൊണ്ട് ഓതാൻ സാധിച്ചേക്കാം. മനസ്സിലായില്ലേ? യാസീന് സ്ഥിരമായിട്ട് ഓതുന്ന ആളാണെങ്കിൽ ഹൃദയം അതിനോട് ഇങ്ങനെ ജാരിയായിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പോൾ മരണമാശയിൽ കിടന്ന് അയാളത് കുടിക്കുകയും ചെയ്യും. റിൽവാൻ എന്ന മലക്ക് സ്വർഗത്തിലെ പാനീയം കൊണ്ട് കുടിപ്പിക്കുകയും അതയാൾ കുടിക്കുകയും ചെയ്യും. അങ്ങനെ ദാഹം തീർന്ന നിലയിലാണ് മരിക്കുക എന്നുള്ളതാണ്, അല്ലേ? അവസാനം ഒരു ഇറ്റു വെള്ളം കുടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ആ സമയത്ത് ആ വെള്ളത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അവസാനം വെള്ളം കിട്ടാതെ മരിച്ചു എന്നൊക്കെയല്ലേ പറയലേ? ഒരിറ്റു വെള്ളം കൊടുക്കാതെ കൊലപ്പെട്ടു മരിച്ചു എന്നൊക്കെയല്ലേ പറയലേ? അതങ്ങനെയാണ്. ആ ഒരിറ്റു വെള്ളമാണെങ്കിലും ആ സമയത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാണ് യാസീൻ ഓതിക്കഴിഞ്ഞാൽ സ്വർഗത്തിലെ പാനീയം റിൽവാൻ എന്ന് പറയുന്ന മലക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയും അങ്ങനെ ദാഹം തീർന്ന നിലയിലാണ്, ദാഹിച്ചവനായ നിലയിൽ അവൻ മരിക്കൂല, ദാഹം തീർന്ന നിലയിൽ മരിക്കും. ഖബറിൽ അയാൾ ദാഹം തീർന്നവനായിരിക്കും. മാത്രമല്ല ഒരു പ്രവാചകൻ്റെയും ഹൗളിലെ ജലവും അയാൾക്ക് ആവശ്യം വരില്ല. അങ്ങനെ ദാഹമില്ലാത്ത രൂപത്തിൽ അയാൾ സ്വർഗത്തിലെത്തുമെന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ആ വെള്ളം കിട്ടില്ല എന്നല്ല, ഈ ഒരു വെള്ളത്തിൻ്റെ മഹത്വം പറയാണ്. ഇത് സ്വർഗത്തിലെ പാനീയം അവനെ കുടിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലേക്കൊന്നും ആവശ്യമില്ലാത്തത്രയും ദാഹം തീരുമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഇതിലൊക്കെ കേൾക്കുന്ന അറിവുകൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിൽ അറിയിക്കണം കേട്ടോ. പല ആളുകൾ നമ്മൾ ഓരോ വീഡിയോസ് പറയുമ്പോൾ ഇതിൽ ഈ പറഞ്ഞത് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കണം, ഇത് എവിടെ നിന്നും കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കേട്ടിരിക്കുന്നുണ്ടല്ലോ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, ഖുർആനിലൊരു സൂറത്തുണ്ട്, അത് ഓതിയവന് അത് ശുപാർശ ചെയ്യും, അത് കേൾക്കുന്നവൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കും. ഒരു സൂറത്ത് അത് ഓതുന്നവൻ അത് ഷഫീആകും, അത് ശുപാർശകനായി വരും. അത് കേൾക്കുന്നവൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. അതിന് മുഅമ്മ എന്ന് പേരുണ്ട്. ഒരാൾ ചോദിച്ചു, എന്താണ് റസൂലേ അങ്ങനെയുള്ള പേര്? അപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഐഹികവും പാരത്രികവുമായ എല്ലാ നന്മകളെയും അത് ഓതുന്നവനെ അത് പൊതുവെ നൽകുന്നതും പാരത്രികമായ ദുരിതങ്ങളിൽ നിന്ന് അയാളെ മോചിപ്പിക്കുന്നതുമാകുന്നു. അതിന് ദാഫിയത്തെന്നും ഖാലിയത്തെന്നും പേരുണ്ട്. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ദാഫിയത്തെന്നും ഖാലിയത്തെന്നും പേരുണ്ട്. അപ്പോൾ അതിലൊരാൾ ചോദിച്ചു, എന്താണ് റസൂലെ ദാഫിയത്ത് ഖാലിയത്ത് എന്നൊക്കെ പറഞ്ഞാൽ? മുത്തുനബി തങ്ങൾ പറഞ്ഞു, അത് ഓതിയവൻ്റെ ആഫത്ത് മുസീബത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സാബിഖായ ഖളാഇൽ
എന്തെങ്കിലും ആഫത്ത് മുസീബത്തുകൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അത് തടയും എന്നാണ് ദാഫിയത്ത് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് അതാണ്, അതിൻ്റെ മാന അതാണ്. അപ്പോൾ നമ്മുടെ ആഫത്ത് മുസീബത്തുകളെ തൊട്ടൊക്കെ അത് തടയും. എന്തെങ്കിലും നമുക്ക് തട്ടലും മുട്ടലൊക്കെ വരാനുണ്ടെങ്കിൽ തടയാൻ കാരണമാകും, തടയപ്പെടാൻ കാരണമാകും. പറ്റുന്നത് നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ ഒരു യാസീനോദി പറഞ്ഞയക്കുന്നൊരു ശീലം ഉണ്ടായാൽ നല്ല ഉപകാരം ഉണ്ടാകും അല്ലേ. സ്കൂളിലേക്ക് യാസീനോദി എത്ര സമയം ഉണ്ടാവും? 5 മിനിറ്റ് അല്ലേ മോനെ മോളെ യാസീനോദി പോകൂ. അത് വലിയ മക്കളോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. ചെറുപ്പത്തിൽ നമ്മുടെ മക്കളെ യാസീന് കാണാതെ പഠിച്ച ആ നിമിഷം മുതൽ, ഓതാൻ അറിയുന്ന ആ നിമിഷം മുതൽ ചിട്ടയിൽ കൊണ്ടുപോവുക. ഓരോ നിമിഷവും ശ്രദ്ധിക്കുക. ഇനി ഇത് കേൾക്കുമ്പോൾ ചില മാതാപിതാക്കൾ എൻ്റെ മോനൊന്നും ചെയ്യൂല, അത് വലുതായതുകൊണ്ട് ചിലപ്പോൾ പിടിച്ച് കിട്ടാൻ പ്രയാസമാണ്. നേരെ മറിച്ച് ഇപ്പോൾ വളർന്നു വരുന്ന ചെറിയ മക്കൾ, യാസീൻ ഓതാൻ പ്രായമുള്ള പഠിച്ച മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, മോനെ ഇന്ന് നീ പോകുന്ന സമയത്ത് യാസീൻ ഓതിയിൽ ഉമ്മാക്ക് സന്തോഷമാവും. മദ്രസയ്ക്ക് പോകുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ, രാവിലെ ഒറ്റ തവണ മതി മദ്രസയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഓതിപ്പിച്ചൊക്കെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരിക വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ മക്കൾ ചേർത്ത് വെച്ചാൽ അതന്നെ ഒരു ആത്മീയമായ വെളിച്ചമായിട്ട് അവർക്ക് നിലനിൽക്കും. ഇപ്പോൾ പറ്റുന്നവരൊക്കെ ചെയ്തു വെക്കുക. ചെറിയ മക്കളാവുമ്പോൾ നമ്മൾക്ക് അനുസരണ കുറച്ചുകൊണ്ട് കൂടുതലുള്ള മക്കളല്ലേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ദാഫിയത്ത് എന്ന് പറഞ്ഞാൽ അത് ആഫത്ത് മുസീബത്തുകളെ തൊട്ട് തടയുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഖാലിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താ? നമ്മുടെ ഏത് ആഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിക്കൊടുക്കാൻ കാരണമാകുന്ന സൂറത്താണ് ആ സൂറത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് യാസീനിൻ്റെ അടുത്ത മഹത്വം കേട്ട് നോക്കൂ. സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞാൽ അത് തീരൂല, അത്രമേലത് പറയാനുണ്ട്. നിങ്ങൾ നോക്കൂ, വല്ലവനും സൂറത്ത് യാസീൻ 20 പാരായണം ചെയ്താൽ 20 ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കും. അത് കേട്ടവന് അള്ളാഹുവിൻ്റെ വഴിയിൽ 1000 ദീനാർ ദാനം ചെയ്ത പ്രതിഫലമുണ്ട്. നിങ്ങൾ നോക്കൂ, സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ എന്താണ് അതിൻ്റെ പ്രതിഫലം? 20 ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം. അത് കേൾക്കുന്ന ആൾക്ക് 1000 ദീനാർ ദാനം ചെയ്ത പ്രതിഫലവുമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സൂറത്ത് യാസീൻ കേട്ടവൻ്റെ പ്രതിഫലമാണത് അല്ലേ. വല്ലവനും അത് എഴുതി മായ്ച്ചു കുടിച്ചാൽ അവൻ്റെ ഉള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉള്ളിൽ 1000 ഔഷധം പ്രവേശിച്ചു, 1000 തേജസ്സും 1000 റഹ്മത്തും ഉള്ളിലെത്തി. ഉള്ളിലെ എല്ലാ രോഗവും, അത് പകയും, എല്ലാ കൽബിൻ്റെ രോഗങ്ങൾ, മറ്റുള്ള രോഗങ്ങളൊക്കെ അത് പുറത്തു ചാടിക്കളയും എന്നുള്ളതാണ്. പക്ഷേ ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓതാൻ നമുക്ക് കഴിയണം. രാത്രിയിൽ ഒരാൾ യാസീൻ ഓതിയാൽ പ്രഭാതത്തിൽ അയാളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. ഈ പ്രഭാതത്തിൽ യാസീൻ ഓതിയാൽ വൈകുന്നേരം വരെ അയാൾ സന്തോഷവാനായിരിക്കും. വൈകുന്നേരം ഓതിയാൽ പുലരുന്നത് വരെ അയാൾ സന്തോഷവാനായിരിക്കും. സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയൂലേ? നമ്മൾ വിറുത്തുൽ ലത്തീഫിലൊക്കെ ചൊല്ലാറുണ്ടല്ലോ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ പ്രഭാതത്തിൽ ചൊല്ലിയാൽ പ്രദോഷമാകുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗമുറപ്പ്. പ്രദോഷത്തിൽ ചൊല്ലി പ്രഭാതമാകുന്നതിൻ്റെ മരണപ്പെട്ടാൽ സ്വർഗമുറപ്പ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓതുന്നവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്ന ഇസ്തിഗ്ഫാറാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. താജുൽ ഇസ്തിഗ്ഫാർ എന്നും അതിന് പേരുണ്ട് കേട്ടോ, താജുൽ ഇസ്തിഗ്ഫാർ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്ക് കാണാതെ അറിയൂല അത് ഇൻഷാ അല്ലാഹ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ യാസീനോതുവിൻ, അതിൽ 20 ബറക്കത്തുണ്ട്. വിശന്നവനതോതിയാൽ വയറ് നിറയാതിരിക്കില്ല, നഗ്നനതോതിയാൽ വസ്ത്രം ലഭിക്കാതിരിക്കുകയില്ല, അവിവാഹിതനതോതിയാൽ വിവാഹിതനാവാതിരിക്കുകയില്ല, ഭയന്നവനതോതിയാൽ അഭയം ലഭിക്കാതിരിക്കുകയില്ല, തടവുകാരനതോതിയാൽ മോചനം ലഭിക്കാതിരിക്കുകയില്ല, യാത്രക്കാരനോതിയാൽ സഹായം ലഭിക്കാതിരിക്കുകയില്ല, എന്തെങ്കിലും കളഞ്ഞുപോയവനതോതിയാൽ അത് തിരിച്ചു കിട്ടാതിരിക്കുകയില്ല, മയ്യത്തിനടുത്ത് വെച്ചോതിയാൽ ശിക്ഷ ലഘൂകരിക്കപ്പെടാതിരിക്കുകയില്ല, ദാഹിച്ചു വലഞ്ഞവനതോതിയാൽ ദാഹം തീരാതിരിക്കുകയില്ല, രോഗി അതോതിയാൽ രോഗം സുഖപ്പെടാതിരിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഓതുമ്പോൾ ഒന്നും കിട്ടുന്നില്ലല്ലോ. നല്ല ആത്മാർത്ഥതയിൽ വിശ്വസ്തതയിലങ്ങ് ഓതി നോക്കൂ, അതങ്ങ് നടക്കും. അതാണ് ആത്മാർത്ഥത, വിശ്വസ്തയൊക്കെ വേണം. ഞാനൊരു ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളിങ്ങനെ ജലത്തിലൂടെ നടക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ. നീന്താൻ അറിയാത്ത ആളാണെങ്കിൽ തീരെ ധൈര്യം ഉണ്ടാവില്ല. നീന്താൻ അറിയുന്ന ആളാണെങ്കിലും അങ്ങനെ അങ്ങ് നടക്കാൻ അങ്ങ് ധൈര്യം ഉണ്ടാവില്ല. കാരണം എന്തായാലും നീന്തേണ്ടി വരും, നടക്കാൻ കഴിയില്ല.
ആ ധൈര്യമില്ലായ്മയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ ചില മഹാന്മാരൊക്കെ വെള്ളത്തിലൂടെ നടക്കുന്നത് നമ്മൾ ചരിത്രങ്ങളിൽ കേട്ടിട്ടില്ലേ? അവർക്കെങ്ങനെ നടക്കും? നമ്മൾ ഇന്നുവരെ ട്രൈ ചെയ്തിട്ടുണ്ടോ അത്? എന്തുകൊണ്ട് നമ്മൾ ശ്രമിക്കുന്നില്ല? ശ്രമിക്കാത്ത നമുക്കതിൻ്റെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അല്ലേ? നമ്മൾ ആ ഒരു ഉന്നത സ്ഥാനത്തിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ ചില മഹാന്മാർക്ക് അതിന് കഴിയും, അതിനവർക്ക് ശക്തിയുണ്ട്, അതിനവർക്ക് അത്രയും കഴിവിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ ധൈര്യത്തിൽ നടന്നു പോകുന്നു. ആളുകൾ നോക്കി നിൽക്കെ അവർക്ക് പേടിയില്ല അതിലേക്ക് വീണു പോകുമെന്നുള്ളത്. അതിലൊന്നും നമുക്കങ്ങനെ ധൈര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ വിശുദ്ധ ഖുർആനിൻ്റെ ഇത്തരം ഈ സൂറത്തുകൾ ഓതുമ്പോൾ നമുക്ക് ആ ധൈര്യത്തോടു കൂടെ വിശ്വാസത്തോടു കൂടെ ഓതുമ്പോൾ അത് നല്ല പ്രതിഫലം ലഭിക്കാൻ കാരണമാകും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും മഖ്ബറയിൽ ദഫ്ന് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ ചെന്ന് യാസീൻ ഓതിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഖബറിലെല്ലാം ശിക്ഷ ലഘൂകരിക്കപ്പെടും. ഓതിയവന് അവിടെയുള്ള ഖബറാളികളുടെ എണ്ണത്തോളം പ്രതിഫലമുണ്ട്. തഫ്സീർ റൂഹുൽ ബയാനിൽ യാസീനെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് ഇത് കാണാവുന്നതാണ്. ഇനി നോക്കൂ, യാസീൻ സൂറത്ത് ആദ്യം മുതൽ ഇത് ജാ അഹൽ മുർസലൂൻ വരെ ഓതിയ ശേഷം ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കുമെന്ന് പരീക്ഷിച്ചറിഞ്ഞ മുജറബായ അമലാണ്. എങ്ങനെയാണ്? യാസീൻ ആദ്യം മുതൽ, ഇത് പ്രബലമായ റിപ്പോർട്ടിൽ വന്നതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്നൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. വല്ലവനും യാസീൻ സൂറത്ത് ആദ്യം മുതൽ ഇത് ജാ അഹൽ മുർസലൂൻ എന്നതുവരെ ഓതിയ ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കുകയും, അത് വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കുക എന്ന് മാത്രമല്ല, അത് ഇങ്ങനെ ചെയ്തപ്പോൾ പരീക്ഷിച്ചു മനസ്സിലാക്കിയിട്ട് അനുഭവസ്ഥരൊരുപാടുള്ള മുജറബായ അമലുമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യാസീൻ രാത്രിയോ പകലോ ഓതിയവന് അന്നു യാതൊരു പാപവും ഉണ്ടാകുകയില്ല. അള്ളാഹു നമുക്ക് യാസീനുമായി ബന്ധപ്പെട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് അമലുകൾ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ നേടിയെടുക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ അസീസത്ത് എന്നാണ് അതിൻ്റെ പേര്. അത് ഓതുന്നവന് അള്ളാഹുവിൻ്റെ അടുക്കൽ നാമം ഷരീഫ് എന്നാണ്. അസീസത്ത് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം എന്നാണ്. ഷരീഫ് എന്ന് പറഞ്ഞാലോ ഷറഫേറിയവൻ എന്നാണ്. അപ്പോൾ അത് ഓതുന്നവന് ഖിയാമത്ത് നാളിൽ അനേകം പേർക്ക് ശുപാർശ ചെയ്യാൻ കഴിയുന്നുള്ള, അത് അനേകം പേര് അത് ഓതുന്നവർ ഖിയാമത്ത് നാളിൽ അനേകം പേർക്ക് ശുപാർശ ചെയ്യാൻ കഴിയും. അപ്പം ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ശുപാർശ, റബിയത്ത്, മുളർ എന്നീ ഗോത്രങ്ങളിലെ അംഗങ്ങളെക്കാൾ അധികം പേർക്ക് ഷഫാഅത്ത് ചെയ്യാൻ കഴിയും. അത് സൂറത്ത് യാസീനാണെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. ഇബ്നു ഹബീബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സൂറത്തു യാസീൻ, സൂറത്തുൽ ഹഷർ, ഇതിലെ അവസാനത്തെ ആയത്തുകൾ, സൂറത്തു യാസീനിലെയും ഹഷറിലേക്ക് അവസാനത്തെ ആയത്തുകൾ, മുഅവ്വിദത്തൈനി എന്നിവ ഓതുന്നിടത്ത് നിന്ന് കൊടിയ പിശാചുകൾ വിരണ്ടോടുന്നുള്ളതാണ്. അപ്പോൾ പൈശാചിക സാന്നിധ്യം ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ, പൈശാചിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഈ സൂറത്തുൽ ഹഷറിൻ്റെയും സൂറത്ത് യാസീനിൻ്റെയും അവസാനത്തെ ആയത്തുകൾ ഓതുക. അത് ഓതിക്കഴിഞ്ഞിട്ട് ഉടനെ തന്നെ മുഅവ്വിദത്തൈനി ഓതിക്കഴിഞ്ഞാൽ കൊടിയ പിശാചുകൾ വരെ വിരണ്ടോടുമെന്നുള്ളതാണ്. അള്ളാഹു ശൈത്വാനിൻ്റെയൊക്കെ സകല ശറുകളെ തൊട്ട് നമുക്ക് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മഹത്വങ്ങൾ സൂറത്ത് യാസീനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ അതൊക്കെ പറയാൻ നിന്നാൽ സമയം ദീർഘമായി പോകും. ഈ സൂറത്ത് യാസീൻ മുത്തുനബി തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, സൂറത്ത് യാസീൻ ഖുർആനിലൊരു സൂറത്തുണ്ട്, അത് ഓതുന്നവർക്ക് അത് ശുപാർശ ചെയ്യും, അത് കേൾക്കുന്നവരുടെ പാപം പൊറുക്കും, അറിഞ്ഞുകൊള്ളുക അത് യാസീനാണ്. ഹസൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മുത്തുനബി തങ്ങൾ പറയുന്നു, ഒരാൾ ഒരു രാത്രി മുഴുവൻ യാസീനും ഹാമീം ദുഹാനും ഈമാനോടുകൂടെ കൂലി പ്രതീക്ഷിച്ചു കൊണ്ട് ഓതിയാൽ അയാൾ അതുവരെ ചെയ്ത പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ രണ്ടും രാത്രിയോ പകലോ ഓതിയാൽ അന്നു അയാളിൽ നിന്ന് പാപമൊന്നും ഉണ്ടാകുകയില്ല. സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട് എത്രയോ അമലുകളുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ വീഡിയോസിൽ സൂറത്ത് യാസീനിൻ്റെ വിവിധങ്ങളായ അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മഹാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാണാം, ഒരു ഭ്രാന്തൻ്റെ മുമ്പിൽ അവർ സൂറത്ത് യാസീൻ ഇങ്ങനെ പാരായണം ചെയ്തപ്പോൾ അത് സുഖപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഷൈത്വാനിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇളക്കുന്ന സമയത്ത് ഇളക്കിയിട്ട്
അതിനെ ഒഴിവാക്കി വിടുന്ന സമയത്തൊക്കെ യാസീൻ ഓതാത്ത എവിടെയെങ്കിലും, യാസീൻ ഓതപ്പെടാത്ത ഏതെങ്കിലും സന്ദർഭങ്ങൾ കണ്ടിട്ടുണ്ട്? പല രൂപത്തിലും ഷെയ്ത്താനിൻ്റെ ഷർറുകൾ ഒഴിവാക്കലുണ്ട്. ആരും എന്ത് അമലുകൾ ചെയ്യുകയാണെങ്കിലും സൂറത്തു യാസീൻ ഒഴിവാക്കാതെ ചെയ്യൂല. എന്താ കാരണം? സൂറത്തു യാസീൻ അത്രമേൽ ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതാണ്. അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടി യാസീനെ മുൻനിർത്തി ഓതി, യാസീനെ മുൻനിർത്തി ആ ഉദ്ദേശം അള്ളാഹുവിനോട് പറഞ്ഞാൽ അത് നിറവേറും. ഇതിന് തെളിവായി മറ്റു പല ഹദീസുകളുമുണ്ട്. എത്രയോ ഹദീസുകൾ നമ്മളതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. യാസീനുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി തവണ പറഞ്ഞ കൂട്ടത്തിലൊക്കെ ഇതും ഇതിനപ്പുറമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യാസീൻ 4 തവണ പാരായണം ചെയ്യേണ്ടത്, സൂറത്തു യാസീൻ 3 തവണ പാരായണം ചെയ്യേണ്ടത്, സൂറത്തു യാസീൻ ഒരു തവണ തന്നെ ചില ആയത്തുകളുടെ ഭാഗത്ത് നിന്ന് നിർത്തിയിട്ട് പ്രത്യേകമായിട്ട് ചില ആയത്തുകൾ റിപ്പീറ്റ് ചെയ്ത് ഓതേണ്ട രൂപം ഒക്കെ നമ്മൾ വിശദീകരിച്ച് സംസാരിച്ചതാണ്. യാസീനിൻ്റെ ഒരു മഹത്വത്തിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ മഹത്വങ്ങളൊന്നും പ്രിയമുള്ളവരെ പറഞ്ഞാൽ തീരൂല. അത്രമേൽ മഹത്വങ്ങൾ സൂറത്തു യാസീനിനുണ്ട്. ഒന്നാമത് യാസീൻ അത്രമേൽ പ്രാധാന്യം. ഇനി ഇതിൻ്റെ ഒരു മഹത്വം ഏതു തിരിയാത്ത ആളുകൾക്കും തിരിയാനുള്ള ഒരു ഉദാഹരണമാണ്. എവിടെ മരണപ്പെട്ട് കഴിഞ്ഞാലും പാരത്രിക ലോകത്തെ ഹൈറല്ലേ ആത്യന്തികമായൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത്? ഈ ദുനിയാവിൽ എങ്ങനെ ജീവിച്ചാലും ഏറിപ്പോയാൽ ഒരു 60, 70, 90, 100 വയസ്സിൻ്റെ ഇടയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം അവസാനിച്ചു. പിന്നെ നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, പരലോക വിശ്വാസികളാണ്, അല്ലേ? വിശ്വാസികളാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് പാരത്രിക ലോകത്താണ് യഥാർത്ഥ ജീവിതം. മരണം മുതലാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നതെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്, അല്ലേ? ഇതൊരു യാത്രക്കാരനെ പോലെ കഴിയേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ പരലോകത്തെ ഗുണത്തിന് വേണ്ടിയിട്ട് പണ്ടക്കും മുതലേ നമ്മൾ കേട്ടുവരുന്നത് എന്താ? അതല്ലേ ഏറ്റവും വലിയ ഗുണം നമുക്കായി ലഭിക്കേണ്ടത്? സൂറത്ത് യാസീൻ പാരായണം ചെയ്യലാണ്. അതുകൊണ്ടത് നിരാകരിക്കരുത്, അത് ഒഴിവാക്കരുത്. ഇതിനെ നിഷേധിക്കുന്ന, വിമർശിക്കുന്ന മുജത്തബ് ഇസങ്ങളുണ്ട്, പുത്തൻവാദികൾ, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ആളുകൾ. അവരൊക്കെ നിഷേധിച്ചതിൽ പെടുന്നവരെ, ചതിയിൽ പെടുന്നവർ, അവരുടെ വഞ്ചനയിൽ പെടുന്നവർ, അവരുടെ വാക്കുകളിൽപ്പെട്ട് ഇത് ഓതാതെ പോകുന്നവർക്ക് തീരാ നഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.